കൂട്ടുകാരെ നമുക്കിത് ഇതെല്ലാം വെച്ചിട്ട് ഒരു അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ എടുത്തിരുന്നത് പച്ചരിയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ, വാ. ഓക്കെ, ആദ്യം സ്റ്റൗവിൻ്റെ മുകളിൽ ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ആവശ്യത്തിന് ഒഴിക്കുക. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കടുക് ഇടുവാണ് കേട്ടോ. കടുക് ഇട്ടു. പൊട്ടട്ടെ കടുക് കിട്ടുന്നില്ലേ, പൊട്ടട്ടെ കടുക്. കടുക് പൊട്ടുകയാണ് മക്കളെ, കടുക് ഇതുപോലെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കടുക് പൊട്ടിനകത്ത് അടുത്തത് ഇടാം, ഉള്ളി ഇടാതെ സുഹൃത്തുക്കളെ. അപ്പം നമ്മുടെ ഉള്ളി സവാള ഒരുവിധ ഇതായിട്ടുണ്ട്. ഒരുപാട് കഷ്ണങ്ങളായാലും കരിഞ്ഞ് അധികം കരിച്ച് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇനി ഇന്നത്തേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചി പച്ചമുളകാണ്. രണ്ടും കൂടെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് കറുവാപ്പട്ട അല്ല, ഗ്രാമ്പൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെരിഞ്ചീരവും എല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ്. ഇപ്പം ഒന്ന് വെള്ളം ഇട്ടതിന് ശേഷം ഞാനത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഞാനിവിടെ കഴുകി വെച്ചേക്കുന്ന പച്ചരിയില്ലേ, അത് ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഉപ്പും കൂടെ നന്നായിട്ട് ഇടുന്നുണ്ട്. അപ്പം നന്നായിട്ട് ഈ എണ്ണ കിടന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ പച്ചരിയും എല്ലാം ഇട്ട് വെച്ചേക്കുന്ന അത്യാവശ്യം ഒന്ന് പിന്നെ ഇതായിട്ടുണ്ട്. അത്യാവശ്യം ഇളകിയിട്ടുണ്ട്. എണ്ണ കിടന്നിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇത് കണ്ടോ, ശംഖുപുഷ്പത്തിൻ്റെ അമ്മയടുത്ത് പുഷ്പം നന്നായി കഴുകിയിട്ടുണ്ട്. നന്നായി കഴുകണം കേട്ടോ. എന്തോ പ്രാണികളുണ്ടാവും. നമ്മളങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ ശംഖുപുഷ്പം. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിക്കാം. അടിയിരിക്കട്ടെ കുറച്ച് സമയം കേട്ടോ. പിന്നെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒന്ന് നോക്കാം, ടേസ്റ്റ് ഉണ്ട്. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ശംഖുപുഷ്പ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കമൻറ്റ് ചെയ്യണേ, തിരിച്ച് എന്നോടും. ഓക്കെ, എത്ര പേർക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് നോക്കട്ടെ.